നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെടിയുടെ തലപ്പ് വെട്ടുന്ന വീഡിയോ ആണ്. നമ്മുടെ ചെടി വെച്ചതിന് ശേഷം ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്നേക്ക് ചെടി വെച്ച് ഏകദേശം 20 ദിവസമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടിയുടെ പ്രൂണിങ്ങും തലപ്പ് വെട്ടലും അതിനുശേഷം അതിന് അനുപാതം ഉണ്ടാകാതിരിക്കാൻ സാഫ് എന്ന മരുന്ന് തേക്കുന്നതും പിന്നെ ഈ വെട്ടിയ തലപ്പ് തിരിച്ച് നടുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചെടി ഇന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 20 ദിവസമായി വെട്ടിച്ചിട്ട് അവന് നല്ല വളർച്ചയുണ്ട് ചെടിക്ക്. അപ്പോൾ ഈ ചെടിയുടെ ഈ വളർച്ചാ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പ്രൂണിങ് നടത്തുന്നത്, തലപ്പ് കിട്ടുന്നത്. ഏകദേശം നമ്മുടെ ചെടിയുടെ താഴെന്നൊരു 4ാമത്തെ സ്റ്റെപ്പ്, വലിയ ചെടിയാണെന്നൊരു 4ാമത്തെ സ്റ്റെപ്പ്, ചെറിയ ചെടിയാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പിന് വെച്ച് കിട്ടുന്നതായിരിക്കും നല്ലത്. കിട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഉച്ച സമയത്ത് വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സാഫ് എന്ന് പറയുന്ന അണുവ് വ്യക്തമാക്കാനായിട്ടുള്ള ആ മരുന്ന്. ഇതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ജോലി. കൂടുതലെടുക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ വെട്ടിയ ചെടിയുടെ ആ തണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. തേച്ചാൽ പിന്നെ ഈ ചെടി അട്ടുപോവുക എന്നുള്ള സംഭവം ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് വേണമെങ്കിൽ കുറച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി, 1 ടീസ്പൂൺ എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ എവിടെയെങ്കിലും ചെയ്യാം. തന്നെ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു ഇതാണ് ആ വെട്ടിയ തണ്ടിൻ്റെ മേൽഭാഗത്ത് പുരട്ടുക എന്നുള്ളതാണ്. നട്ടുച്ച സമയത്ത് വേണം ഈ തണ്ട് വെട്ടാൻ. കാരണം വെയിൽ കൊണ്ട് തണ്ട് നല്ലോണം ഉണങ്ങുന്നൊരു സമയമാണ് നട്ടുച്ച. ഇതിൻ്റെ നീര് കറക്റ്റായിട്ട് ഉണങ്ങിപ്പോയില്ലെങ്കിൽ ചെടി അടുത്ത ദിവസം അട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. കറക്റ്റ് തന്നെ ഇങ്ങനെ തണ്ട് അത് മുകളിൽ തേച്ച് കൊടുക്കുക. അപ്പം നമ്മളെ വെട്ടിയെടുത്ത ചെടിയുടെ ആ ബാലൻസ് നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്ത് തന്നെ നടാനുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് പറ്റിപ്പോയാൽ അമ്പളി വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഒരു കാരണവശാലും ഇതിനകത്ത് നടാതിരിക്കുന്നതാണ് നല്ലത്, മാറ്റി നടുക. കാരണം നമ്മൾ ഈ ചെടി വളർന്നതിനനുസരിച്ച് മേളിൽ നിങ്ങൾ വേരിറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചെടിയിൽ മണ്ണ് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ചെടി നിൽക്കുന്നത് കൊണ്ട് മണ്ണിടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കുക. വേറെ സ്ഥലം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് ഭാവിയിൽ കുറച്ച് പണി കിട്ടി, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മുടെ സഹോദരിമാരെല്ലാം സ്ഥലത്തുണ്ട്. അവരെല്ലാവരും ഈ വെട്ടിയ ചെടി ശേഖരിച്ച് മാറ്റി വെക്കാനുള്ള പരിപാടിയിലാണ്. ഉച്ച സമയമാണ്, നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ മരുന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ വെട്ടിയെടുത്ത ചെടിയുടെ ബാലൻസ് നമ്മൾ കളയരുത്. അത് ചെടിയിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ തറയിലോ വെട്ടി വെക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ സാധാരണ ചെടി പോലെ തന്നെ വളർന്നു വരും. കൃത്യമായിട്ട് തന്നെ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ഉഷാറായിട്ട് ചെടി വളർന്നു വരും. അപ്പം ഈ ചെടി കളക്ട് ചെയ്ത ചെടി നമ്മൾ ഗ്രോ ബാഗിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ വെക്കാതിരിക്കുക, മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. എല്ലാവരും നല്ല ഉഷാറാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വളവും കൂടെ കൊടുക്കുന്നുണ്ട്. വളർച്ചയില്ലാത്ത ചെടിക്ക് എല്ലാവരും നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിലും വളർച്ചയില്ലാത്ത ചെടി നോക്കിയിട്ട് നമ്മൾ കുറച്ച് വളം കൊടുക്കുന്നുണ്ട്. അത് ചാണകപ്പൊടിയും കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടിയും കൂടെ ചേർന്ന മിശ്രിതമാണ് കൊടുക്കുന്നത്.